നമുക്കൊരു വചനത്തിനായിട്ട് കാതോർക്കാം. ഞാൻ ഇന്ന് കുറേ ദിവസങ്ങളായിട്ട് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചിന്തയും ആലോചനയുമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടെടുക്കുന്നത്. ഞാൻ ഈ ചിന്ത പറയുന്നതിന് മുൻപ് നിങ്ങളോട് വളരെ സരസമായൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് മലയാളികൾക്കും കൊച്ചിക്കാർക്കും ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതാണ്. ശരിയാണോ? എന്തൊരു തലവേദന! എത്ര ലളിതമാണ്. പണ്ടൊക്കെ പറമ്പിലേക്കൊന്ന് എറിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനെ എറിയാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റൊക്കെ കറക്റ്റായി മാനേജ് ചെയ്യാൻ കഴിയുന്ന അതൊരു തലവേദനയാണോ? ഞാൻ എന്തിനാണെന്നറിയാമോ സരസമായിട്ട് ഈ ഒരു കാര്യം ചോദിച്ചത്? ഈ ദിവസങ്ങളിലൊക്കെ വേസ്റ്റ് എന്ന് തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. പ്രയോജനരഹിതമെന്ന് കരുതുന്നത്, ഭോഷത്വമെന്ന് കരുതുന്നത്, അതിനെ ഉപയോഗിക്കുന്ന, മനോഹരമാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ അല്പം ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിച്ചു. അങ്ങനെയുള്ള ചിന്തയുടെ ഫലമായിട്ട് ഉണ്ടായ ഒരു വേദഭാഗം, അല്ലെങ്കിൽ മനസ്സിലേക്ക് വന്ന ഒരു വേദഭാഗവുമായി ബന്ധപ്പെട്ട് ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. അപ്പോൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം വേസ്റ്റ് എന്ന ഒരു പദം മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഈ ചിന്ത ചിന്തിക്കാൻ. എന്നോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടോ? 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. കഴിഞ്ഞ ഏതോ ദിവസം ഈ വാക്യം ഒന്ന് പറഞ്ഞു പോയി. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇന്ന് ഈ വാക്യം നിങ്ങളോട് ഏത് വിധത്തിലാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കൂ. പക്ഷേ എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ദുഃഖങ്ങളും സങ്കടങ്ങളും ഒരു പാഴ്വസ്തുക്കളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതില്ലാതെ മനോഹരമായിരിക്കാൻ, സുന്ദരമായിരിക്കാൻ, സുഖമായിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്? രോഗമില്ലാത്ത, സങ്കടമില്ലാത്ത, മരണമില്ലാത്ത ഒരു ദേശം തന്നെയാണ്, ഒരു സ്ഥിതി തന്നെയാണ് നമ്മളൊക്കെ, മനുഷ്യവർഗം മുഴുവനും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു ആഗ്രഹത്തോടു കൂടെ ഒരു മനോഹരമായ ലോകം സൃഷ്ടിക്കാനുള്ള, അത് ടെക്നോളജി കൊണ്ടോ മറ്റോ ഒക്കെ സൃഷ്ടിച്ചെടുക്കാമെന്ന ഒരാഗ്രഹത്തോടെയും ചിന്തയോടെയും ഇന്ന് ലോകം ഓടിക്കൊണ്ടുമിരിക്കുക. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം നമ്മുടെ ദുഃഖങ്ങൾ പാഴല്ല, നമ്മുടെ സങ്കടങ്ങളും വേദനകളും പാഴ്വസ്തുക്കളല്ല. അതിന് ദൈവത്തിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. കൃത്യമായ ആ പ്രയാസത്തിലൂടെയും വേദനയിലൂടെയും സങ്കടങ്ങളിലൂടെയും ദൈവത്തിന് കൃത്യമായ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അതിനെ വലിയൊരു ദൈവദാസൻ പറയുന്നത് ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്നാണ്. വേദന എന്നത്
ദുഃഖമെന്നത് ഒരു ഗിഫ്റ്റാണെന്ന് ആരെങ്കിലും കരുതുമോ? നമ്മൾ വേസ്റ്റാണെന്ന് കരുതുമ്പം ഒരു ഗിഫ്റ്റാണെന്ന് ആരെങ്കിലും കരുതുമോ? ഒരു ലോകപ്രശസ്ത പുസ്തകമാണ് ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്ന പുസ്തകം. ഇത് നിങ്ങൾ എന്നോടൊപ്പം ചിന്തിക്കുമെങ്കിൽ ഈ വാക്യം തന്നെ നമ്മളോട് കൃത്യമായി അത് പറയുന്നുണ്ട്. ദുഃഖങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയും. ദുഃഖത്തിൻ്റെ നടുവിൽ ഞാൻ ചോദിച്ചട്ടെ, നമുക്ക് ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ലഭിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ സന്തോഷമായിരിക്കുമ്പോഴാണോ? നമുക്ക് വാക്യം അറിയാം, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുട. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മിലൊരു സ്പേസ് സൃഷ്ടിക്കും, നമ്മളിലൊരു സ്ഥലമൊരുക്കും. എന്തിനു വേണ്ടി? ദൈവ സാന്നിധ്യത്തിന് വേണ്ടി. സുഖ സൗകര്യങ്ങൾക്കും ആശ്വാസങ്ങൾക്കും ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഇൻറ്റിമസിക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ ഇവിടെ ആശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഗോഡ്സ് കംഫർട്ട് ഈസ് നോട്ട് ആൻ ആബ്സെൻസ് ഓഫ് സോറോ. ഇത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ദുഃഖമില്ലാത്ത ഒരു അവസ്ഥയല്ല ദൈവത്തിൻ്റെ കംഫർട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. മറിച്ച് നമ്മുടെ പ്രയാസത്തിൻ്റെ അകത്ത്, നമ്മുടെ വേദനകളുടെ നടുക്ക്, നമ്മുടെ ഭയത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിനെ നമുക്ക് ഓർക്കാൻ കഴിയുമോ? എനിക്ക് ഓർമ്മ വരുന്ന ശിഷ്യന്മാർ പേടിച്ചരണ്ട് നിൽക്കുന്ന, ഒളിച്ചിരിക്കുന്ന ആ മുറിയിലേക്ക്, അവരുടെ നടുവിലേക്ക് വന്ന് വാതിൽ പോലും തുറക്കാതെ വന്ന കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടിട്ട് അവർ പേടിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള അമ്പരപ്പുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാറുണ്ട്. എന്നോടൊപ്പം ചിന്തിക്കണേ. അപ്പം നമ്മുടെ പ്രയാസങ്ങളുടെയും ഭയത്തിൻ്റെയും നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ ദൈവത്തിൻ്റെ വചനം കാണിച്ചു തരുന്നു. ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയട്ടെ. ഓർക്കണം, പ്രയാസങ്ങളുടെ നടുവിൽ ദൈവത്തെ സർവശക്തിയുള്ള ഒരു ദൈവമായിട്ട് അറിയാനാണ് പൊതുവേ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അത് തൻ്റെ മഹാ തേജസ്സോടും ശക്തിയോടും കൂടെ ഇറങ്ങി വരുന്ന അനുഭവത്തെയാണ് പൊതുവേ മനുഷ്യർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ നടുവിൽ ദൈവം ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്? ഓൾമൈറ്റി റോയൽ റോബിൽ മഹത്വത്തിൽ വാഴുന്ന രാജാവായിട്ടല്ല നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. മറിച്ച് നമ്മുടെ പിതാവായി, നമ്മുടെ മാതാവായി, നമ്മുടെ സഹോദരനായി, നമ്മുടെ സുഹൃത്തായി. VBSലെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ ഒരു സുഹൃത്തിനെ പോലെയാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഒരു ഓൾമൈറ്റി ഗോഡ് എന്നുള്ളൊരു നിലയിലല്ല, നമ്മളുടെ ആ ഫീലിങ്സിൻ്റെ നടുവിലേക്ക് ഒരു പിതാവും മാതാവും സഹോദരനും ഫ്രണ്ടും എങ്ങനെ ഇറങ്ങി വരുന്നുവോ അതേ വിധത്തിൽ നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം, ഇത് അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമ്മളുടെ പ്രയാസങ്ങളിലേ നമുക്കതിന് കഴിയൂ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. മേരിക്കും മാർത്തയ്ക്കും ഉണ്ടായ അനുഭവം അതാണ്. നമ്മൾ മേരിയുടെയും മാർത്തയുടെയും കഥ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അവരുടെ പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല കർത്താവ് ചെയ്തത്. ആണോ? അവരുടെ പ്രശ്നം പരിഹരിക്കുക മാത്രമാണോ ചെയ്തത്? അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണെന്നറിയാം. എന്നിട്ടും കർത്താവ് അവരോടൊപ്പം കരഞ്ഞില്ലേ? യേശു കണ്ണുനീർ വാർത്തു. അപ്പം അതെന്താണ് കർത്താവ് കരഞ്ഞതെന്നുള്ളതൊരു വലിയ വിഷയം തന്നെയാണെങ്കിലും അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം, കർത്താവ് നമ്മുടെ വേദനകളിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. സങ്കടപ്പെടുന്നവരോട് കൂടെ
എന്ത് ചെയ്യാനാ പറഞ്ഞ്? കരയാനാ. കരയുന്നവരോട് കൂടെ കരയാനാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല, അവരുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പം ചേരുന്ന ഒരു കർത്താവിനെയാണ് തിരുവെഴുത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം ദുഃഖങ്ങൾ പാഴാക്കരുത്. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളിൽ മാത്രം നമ്മൾ അറിയുന്ന ഒരു അഗാധമായ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ ഒരു പിതൃത്വമുണ്ട്, ഒരു മാതൃത്വമുണ്ട്, ഒരു സാഹോദര്യമുണ്ട്. അത് നമ്മളിലേക്ക്, നമ്മുടെ ആ ഒരു ഫീലിങ്സിൻ്റെ അകത്തേക്ക്, വേദനകളുടെ അകത്തേക്ക്, ദുഃഖങ്ങളുടെ നടുവിലേക്ക്, നമ്മളുടെ ഭയത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. അത് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു വിധത്തിൽ അനുഭവിക്കാൻ ഇടയാകുന്നു. അപ്പൊ പാഴ്വസ്തു എന്ന് കരുതുന്ന ഈ വസ്തുവിനെ ഉപയോഗിച്ചാണ് ആഴമേറിയ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മെ ദൈവം നടത്തുന്നത് എന്ന സത്യം ഇന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളത്തിൽ എഴുതപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ആ വാക്യം ഒന്ന് വായിച്ച്. ആ വാക്യത്തിലാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് നിൽക്കുന്നത്. പക്ഷെ ചില ആത്മീയ സത്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. അപ്പം നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ഇത് 1 കൊരിന്ത്യരാണ് വായിച്ചത്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ്. സർവ്വാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. മനസ്സലിവുള്ള പിതാവ്, സർവാശ്വാസങ്ങളുടെ ദൈവം. ഈ മനസ്സലിവ് ഒരു മാതൃത്വമല്ലേ? സർവാശ്വാസങ്ങളുടെ ദൈവം, അത് നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ആ കംഫർട്ട്, ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. ഏത് തരമാണ്, എന്താണ് നമ്മളുടെ പ്രയാസം, അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മിലേക്ക് കർത്താവ് തരുന്നത് പാഴെന്ന് നമ്മൾ കരുതുന്ന പ്രയാസങ്ങളുടെ നടുവിലാണ്. വേസ്റ്റ് എന്ന് നമ്മൾ കരുതുന്ന പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും നടുവിലാണ്. അടുത്ത 4-ാമത്തെ വാക്യം ചേർത്ത് വായിക്കുമ്പോൾ, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. അപ്പം ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് എന്ന് പറയുമ്പോൾ, ദുഃഖങ്ങളിലൂടെ അവർ അനുഭവിച്ച ദുഃഖത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആശ്വാസം അവർ കണ്ടെത്തി എന്നുള്ളതാണ്. ആര്? ശുശ്രൂഷകന്മാരെ. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷകരാണ്. നമ്മളിലുള്ള ശരിയായ ഒരു ശുശ്രൂഷകനെ വാർത്തെടുക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരു മുഖാന്തരമാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ. സങ്കടങ്ങൾക്കൊരു പർപ്പസ് ഇല്ലെന്ന് കാണുമ്പം വേസ്റ്റ് ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ദൈവത്തിന് കൃത്യമായൊരു പർപ്പസ് ഉണ്ട്. വേദനകൾക്കൊരു പർപ്പസ് ഇല്ലെന്ന് തോന്നുമ്പം അത് വേസ്റ്റായിട്ടാണ് തോന്നുന്നത്. നമ്മളെ ഉടയ്ക്കുന്നത് നമ്മളെ രൂപപ്പെടുത്താനാണ്. നമ്മെ ഉടയ്ക്കുന്നത് എന്തും നമ്മളെ രൂപപ്പെടുത്തും. ഏത് പ്രയാസവും അത് ക്രിസ്തുവിൻ്റെ നിഴലിൻ്റെ കീഴിലാണെങ്കിൽ, ക്രൂശിൻ്റെ നിഴലിലാണെങ്കിൽ, അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും. അത് നമ്മളെ ഷേപ്പ് ചെയ്യും, അത് നമ്മളെ പണിയും. നമ്മളെ ദൈവം ഉടച്ചാൽ നമ്മളെ മനോഹര പാത്രങ്ങളാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ശുശ്രൂഷയ്ക്കായുള്ള
ഒരു ശുശ്രൂഷ ചെയ്യാനുള്ള ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആർ യു തിങ്കിങ്? എന്നോടൊപ്പം ചിന്തിക്കൂ. ഒരു ശുശ്രൂഷ ചെയ്യാനുള്ള ഏറ്റവും വലിയ വിശ്വാസ്യത. ഇന്ന് ഒരു അച്ഛനാവണമെങ്കിലോ ഒരു ശുശ്രൂഷകനാകണമെങ്കിലോ അവർക്ക് സർട്ടൻ കോഴ്സുകളിലൂടെ കടന്നു പോകണം. അതിൽ യാതൊരു തെറ്റുമില്ല, അത് നല്ലതാണ്. പഠനങ്ങൾ, അനുഭവങ്ങൾ എല്ലാം നല്ലതാണ്. പക്ഷെ ഇതിനേക്കാൾ എല്ലാം ശുശ്രൂഷയ്ക്ക് ക്രെഡിബിലിറ്റി തരുന്ന അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ദുഃഖങ്ങളാണ്. നമ്മളുടെ ദുഃഖങ്ങളാണ്, നമ്മൾ അനുഭവിച്ച തകർച്ചകളാണ് നമ്മെ കൂടുതൽ ക്രെഡിബിളാക്കി മാറ്റുന്നത്. നമ്മളെ ഉടയ്ക്കുന്ന വസ്തുതകൾ നമ്മളെ ഏറ്റവും ഫലകരമായ ശുശ്രൂഷകരാക്കി തീർക്കുമത്രേ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ ചൂടടയാളം എന്നൊരു വാക്ക്. അതൊരു മാർക്കാണ്. എന്താണ് ആ മാർക്ക് എന്നറിയാമോ? അത് തൻ്റെ പുറത്ത് അടിയുടെ മാർക്ക് വരെ ഉണ്ടായിരുന്നു. കർത്താവ് നിമിത്തം ഉണ്ടായ പീഡനങ്ങൾ, കർത്താവ് നിമിത്തം താൻ അനുഭവിക്കേണ്ടി വന്ന ജയിൽ ശിക്ഷ, സങ്കടങ്ങളും വ്യഥകളും എല്ലാം ഇതാണ് തൻ്റെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റിയായി പൗലോസ് പറയുന്നത്. ശുശ്രൂഷയ്ക്ക് നമ്മളെ ഏറ്റവും ക്രെഡിബിളാക്കുന്നത് ദുഃഖങ്ങളാണ്. നമ്മൾ കർത്താവിന് വേണ്ടി സഹിച്ച പീഡനങ്ങളാണ്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോരോ പോരാട്ടങ്ങളാണ്. അതിലൂടെയെല്ലാം നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്ന, നമ്മിലുള്ള ആത്മീയ ശുശ്രൂഷകനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യം നമ്മുടെ ഉള്ളത്തിൽ എഴുതപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ലഭിച്ച ആശ്വാസം ഒരു ഉപകരണമാണ്. നമുക്ക് ലഭിച്ച ആശ്വാസം ഒരു ഉപകരണമാണ്. ഒരു ഭക്തൻ പറഞ്ഞത്, സഹാനുഭൂതി എന്ന വസ്തുത ജനിക്കുന്നത് അഫ്ലിക്ഷൻ്റെ നടുക്കാണത്രേ. നൗ കമ്പാഷൻ എന്ന വാക്ക് അയ്യോഭാവം എന്ന വാക്കല്ല. കർത്താവ് ജനങ്ങളെ അവരെ കണ്ടത് എങ്ങനെയാണ്? ചിന്നിയവരും ചിതറിയവരുമായി കണ്ടു. ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടു. അവരോട് മനസ്സലിഞ്ഞു എന്ന വാക്ക് അത് കേവലം ഒരു അയ്യോഭാവമായിരുന്നില്ല. അവരെ വീണ്ടെടുക്കാനുള്ള ആഗ്രഹത്തോടെ കാണിച്ച ഒരു മനസ്സലിവായിരുന്നു. എന്നോടൊപ്പം ചിന്തിക്കണമേ, നമ്മിൽ സഹാനുഭൂതി ജനിക്കണമെങ്കിൽ സിമ്പതിയല്ല, എമ്പതി എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ കൊടുക്കുന്നത്. നമ്മൾ മറ്റൊരുവൻ്റെ ദുഃഖം ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ പല വിധങ്ങളിലുള്ള സംഘട്ടനങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകണം. അത് നമ്മിൽ ശരിയായ സഹാനുഭൂതി ജനിപ്പിക്കും. അത് നമ്മളെ കർത്താവിനെ പോലെയാക്കും. ആധികാരികതയുള്ള ശുശ്രൂഷകരാക്കി രൂപാന്തരപ്പെടുത്തും എന്ന് തിരുവെഴുത്ത് പറയുന്നു. സുഗമമായ ജീവിതത്തിന് പഠിപ്പിക്കാൻ കഴിയാത്തത് ജീവിതത്തിൻ്റെ ശോധനകൾ നമ്മെ പഠിപ്പിക്കും. സുഗമമായ ജീവിതത്തിന് പഠിപ്പിക്കാൻ പറ്റാത്ത ഒത്തിരി പാഠങ്ങളുണ്ട്. സുഗമമായ ജീവിതം ഒരിക്കലും നമ്മളെ ക്ഷമ പഠിപ്പിക്കില്ല, സഹിഷ്ണുത പഠിപ്പിക്കില്ല, താഴ്മ പഠിപ്പിക്കില്ല. വീണ്ടും ഞാൻ പറയട്ടെ, എന്നാൽ ട്രയൽസ്, പല വിധങ്ങളിലുള്ള ദുഃഖങ്ങൾ, പല വിധങ്ങളിലുള്ള ശോധനകൾ, ഇത് നമ്മളെ ക്ഷമ പഠിപ്പിക്കും, സഹിഷ്ണുത പഠിപ്പിക്കും, താഴ്മ പഠിപ്പിക്കും. ഇത് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കും. ഇത് നമ്മുടെ സ്വഭാവത്തെ ശരിക്കും പണിയും.
പ്രൈസ് ബി ടു ഗോഡ്. സ്വഭാവ രൂപീകരണം നടക്കുന്നതും ഒരിക്കലും എവിടെയല്ല, ഒരു ഭക്തൻ പറഞ്ഞത് പർവ്വതത്തിൻ്റെ മുകളിലല്ല, ഇരുണ്ട താഴ്വരകളിലാണ്. പർവ്വതത്തിൻ്റെ മുകളിലല്ല അത് നടക്കുന്നത്, ഇരുണ്ട താഴ്വരകളിലാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത വിധത്തിൽ, വിശദീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ സങ്കടങ്ങൾ നമ്മെ പണിയുമെന്ന് വചനം പറയുന്നു. ഞാൻ ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നെങ്കിലും ഈ കാര്യം നമുക്കറിയാവുന്നതായതുകൊണ്ട് ഞാൻ അല്പം മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല വിധങ്ങളിലുള്ള ദുഃഖങ്ങൾ പാഴ്വസ്തുക്കളല്ല, പാഴല്ല, അത് വേസ്റ്റല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്യൂരിഫൈയിങ് ഏജൻ്റാണ്. നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാനുള്ള മുഖാന്തരമാണ്. എല്ലാ സൂപ്പർഫിഷ്യാലിറ്റിയും മാറി നമ്മിൽ ഒരു ആഴം ജനിക്കും. ഒരു പാട്ടുണ്ട്, ആഴത്തിൽ എന്നോട് ഇടപെടണമേ. ആഴത്തിൽ ദൈവം ഇടപെടുമ്പോൾ അത് ഒരിക്കലും സുഗമമായൊരു സാഹചര്യത്തിൽ നടക്കില്ല. സുഗമമായ സാഹചര്യത്തിൽ നടക്കില്ല. പെയിൻ റിവീൽസ് വാട്ട് ട്രൂലി മാറ്റേഴ്സ് എന്നാണ്. ശരിക്കും എന്താണ് പ്രധാനപ്പെട്ടത് എന്ന് വെളിപ്പെടുത്തുന്നത്. പ്രധാനപ്പെട്ട കാര്യത്തിന് ഒന്നാം സ്ഥാനം നൽകാൻ നമ്മെ സഹായിക്കുന്നതും സങ്കടങ്ങളാണ്. അപ്പം സങ്കടങ്ങളും വേദനകളും സമ്മർദ്ദങ്ങളും അത് ഏതു വിധത്തിലുള്ളതാണെങ്കിലും അത് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കാൻ മനസ്സ് കാണിക്കുമെങ്കിൽ ഈ സങ്കടങ്ങളിലൂടെ, ഈ പ്രയാസങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ഡിവൈൻ വർക്കാണ് നമ്മൾ കാണേണ്ടത്. ഇറ്റ് ലുക്സ് അഗ്ലി, ഇത് മോശമാണെന്ന് നമുക്ക് തോന്നാം. ഒരു കൊച്ചുകുട്ടി, അവളുടെ ഗ്രാൻഡ് മദർ ഒരു നല്ല ചിത്രത്തയ്യൽ ഉണ്ടാക്കുമ്പോൾ അവള് ഒരു വശത്ത് നോക്കിയിട്ട് പറഞ്ഞു, അമ്മച്ചി ഇത് എന്ത് മോശമായിരിക്കുന്നു, എന്ത് വൃത്തികെട്ട നിലയിലാണ് ഇത് ചിത്രത്തയ്യൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പം ഗ്രാൻഡ് മദർ കൊച്ചുമകളോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, മോളെ നീ ഇതിൻ്റെ റോങ് സൈഡിൽ നിന്നാണ് ഇതിനെ നോക്കുന്നത്. ഒന്ന് ആലോചിക്കുക, എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നവർ ഈ തിരിച്ച് താഴത്തെ വശത്ത് നിന്ന് നോക്കിയാൽ അതാകെപ്പാട് ഒരു രൂപവും ഇല്ലാത്തൊരു വസ്തുവായിട്ട് തോന്നും. പക്ഷെ ശരിയായി നമ്മൾ നോക്കിയാലോ, ശരിയായ ദിശയിൽ നിന്ന് നോക്കിയാലോ അത് ഏറ്റവും മനോഹരമായി തീരും. ഇതാണ് ദുഃഖത്തിൻ്റെയും മനുഷ്യൻ അനുഭവിക്കുന്ന സങ്കടങ്ങളുടെയും ഒരു സത്തയെന്ന് ഒരു ഭക്തൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പ്രിയരെ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ആധികാരികത തരും. നമ്മളെ പല വിധങ്ങളിലും പ്രായോഗികമായ ഒരു കാര്യം വരുമ്പോൾ ഞാനത് പറയാം. നമ്മൾ അനുഭവിക്കുന്ന ആശ്വാസം, നമ്മൾ ഓരോരുത്തരും ഓരോ തരങ്ങളിലുള്ള പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മൾ പ്രാപിച്ച ആശ്വാസങ്ങൾ ഓരോരോ വിധങ്ങളാണ്. ശരിയാണോ? ഓരോരോ വിധങ്ങളിലുള്ള ആശ്വാസങ്ങളാണ് പ്രാപിക്കുന്നത്. അപ്പം നമ്മൾ പ്രാപിച്ച ആശ്വാസം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആരൊക്കെയോ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. വീണ്ടും ഞാൻ പറയട്ടെ, നമ്മൾ പ്രാപിച്ച ആശ്വാസമുണ്ടല്ലോ, അത് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. എവിടെയൊക്കെയോ നമ്മുടെ വഴിത്താരുകളിൽ അവരുണ്ട്. അവരെ കണ്ടെത്തി ഞാൻ പ്രാപിച്ച ആശ്വാസം അവർക്ക് പകരുമ്പോൾ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തെയും ധന്യമാക്കും, അവരുടെ ജീവിതത്തെയും നിത്യതയോട് അടുപ്പിക്കും. അവരുടെ ജീവിതത്തെയും കർത്താവിനോട് അടുപ്പിക്കും. ദൈവം ഒരിക്കലും ദുഃഖങ്ങളെ പാഴാക്കത്തില്ല, സങ്കടങ്ങളെ പാഴാക്കില്ല. പ്രൊവൈഡഡ് ദാറ്റ് യു കമ്മിറ്റ് ഇറ്റ് ടു ദ ലോർഡ്. അത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമെങ്കിൽ ദൈവം എന്തു ചെയ്യുന്നറിയാമോ?
ഞാൻ മുമ്പേ ചിത്രത്തയ്യൽ എന്ന കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റോറിയോട് ദൈവത്തിൻ്റെ റിഡംഷൻ സ്റ്റോറി നടക്കുക ഈ ലോകത്ത്. ദൈവം സകല മനുഷ്യരെയും വീണ്ടെടുക്കുന്ന ഒരു സ്റ്റോറി നടക്കുക. നമുക്കെല്ലാം ഓരോ സ്റ്റോറികളുണ്ട്. എന്നാൽ നമ്മുടെ സ്റ്റോറിയെ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ റിഡംഷൻ സ്റ്റോറിയോട് ചേർത്തൊരു ചിത്രത്തയ്യൽ ഉണ്ടാക്കും. അതപ്പോൾ ഒത്തിരി മനോഹരമായിരിക്കും. അങ്ങനെ സമർപ്പിക്കുന്ന ഓരോരുത്തരെയും ചേർത്ത് ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് നമ്മുടെ സ്റ്റോറി തുന്നിച്ചേർക്കുകയാണ് ദൈവം. ഇത് സംഭവിക്കുന്നത് ദുഃഖങ്ങൾ എന്ന് നമ്മൾ പറയുന്ന, പാഴ്വസ്തു എന്ന് നമ്മൾ പറയുന്ന സങ്കടങ്ങൾ ഉപയോഗിച്ചാണ് മിക്കപ്പോഴും നടക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതാ ദൈവവചനം വളരെ കൃത്യതയോടെ കാണിച്ചു തരുന്ന കാര്യമാണ്. ദൈവവചനം നമ്മളെ വളരെ കൃത്യതയോടെ കാണിച്ചു തരുന്ന കാര്യമാണ്. ജോസഫിൻ്റെ ചരിത്രം നമുക്കറിയാമെങ്കിലും 50-20 വാക്യം വായിച്ചേ. നമ്മുടെ ജീവിതത്തിലെ ശോധനകൾ ഉന്നതമായ ഒരു പർപ്പസിലേക്ക് ചേരുകയാണ്. 50-ാം അധ്യായത്തിൻ്റെ 20 ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20 വാക്യം. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിനു ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഈ സ്റ്റോറി ജോസഫിന് മാത്രം അപ്ലിക്കബിൾ അല്ല. ഇവിടെ ശ്രദ്ധിച്ചേ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം, നാശം, ഈവിൾ, എന്തൊക്കെ പദം അതിനോട് അസോസിയേറ്റ് ചെയ്ത എന്തെല്ലാം ദുഃഖങ്ങളിലൂടെ, വേദനകളിലൂടെ, ഒറ്റപ്പെടലിലൂടെ, ജയിൽവാസത്തിലൂടെ, നിന്ദകളിലൂടെ താൻ കടന്നുപോയി. സ്വന്തം കുടുംബത്തിൽ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ താനായി, ഒരടിമയായി. പക്ഷേ ഈ സ്റ്റോറി അങ്ങ് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവമാണ്. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ നിമിത്തം ഒരുപാട് പേർക്ക് ജീവരക്ഷ വരുത്തുന്നതിനൊരു മുഖാന്തരമായി നമ്മൾ അനുഭവിച്ച ആശ്വാസങ്ങളും വിടുതലുകളും അത് കാരണമായി ഭവിക്കുമെന്ന സത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ വചനം. പക്ഷെ ആ കാഴ്ചപ്പാടിൽ നമുക്ക് വളർന്നു വരാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ദുഃഖങ്ങൾ അവസാനമല്ല. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈ പകലും വിളിച്ചു പറയുന്നത് അതാണ്. ക്രൂശിന് ശേഷം ഒരു പുനരുത്ഥാനമുണ്ട്. ക്രൂശിന് ശേഷം ഒരു പുനരുത്ഥാനമുണ്ട്. ക്രൂശിൽ കർത്താവ് മരിച്ചതിനെക്കുറിച്ച് നമ്മളെ തന്നെ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. എപ്പോഴൊക്കെ ഓർക്കാൻ, എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ മേശ ആചരിക്കുന്നത് അതുതന്നെയാണ്. ഈ സത്യത്തെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ദുഃഖങ്ങൾ അവസാനമല്ല. എത്ര നിന്ദിതനായി, അപമാനിതനായി ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്ന ജനങ്ങളുടെ ഒരു ഭോഷത്വമായി, പാഴായി കണക്ക് കൂട്ടുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനം യേശു കുരിശിൽ മരിച്ച ദിനമായിരുന്നു. അത് നിസ്സഹായമാണ്, പ്രയോജനരഹിതമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ദിനമാണ് ലോകത്തിൻ്റെ മോചനത്തിനായി ദൈവം കരുതിയ ദിനം. The blackest day in the history of human being. ദൈവപുത്രനെ ക്രൂശിച്ചു കൊന്ന ആ ദിനമായിരുന്നു.
അതുപയോഗിച്ച് തന്നെ മാനവരാശിക്ക് എന്നേക്കുമായി മോക്ഷത്തിൻ്റെ വഴി തുറന്നു ദൈവം. രക്ഷയുടെ നിത്യജീവന്റെ വഴി തുറന്നു ദൈവം. ദുഃഖങ്ങൾ അവസാനമല്ല. മനുഷ്യ കുടുംബത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്ന സന്ദേശമാണിത്. ദുഃഖങ്ങൾ അവസാനമല്ല. സങ്കടങ്ങളിൽ മുങ്ങിത്താഴരുത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രത്യാശിക്കാം എന്ന സത്യം. അത് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞ ഈ സത്യം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തെ ദൈവം ഭൂമിയിൽ ചെയ്യുന്ന ഒരു രക്ഷണ്യ പ്രവൃത്തിയുടെ ഭാഗമാക്കി ദൈവം ഒരു ചിത്രത്തയ്യൽ തുന്നിച്ചേർക്കുന്ന, ഒരു വലിയ ക്യാൻവാസിൽ തുന്നിച്ചേർക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെയും അവിടുന്ന് തുന്നിച്ചേർക്കും. ദുഃഖങ്ങൾ പാഴല്ല, അതുകൊണ്ടത് പാഴാക്കി കളയരുത്. സങ്കടങ്ങൾക്ക് ഇത്രയും പ്രാധാന്യമുണ്ടോ? പ്രൈസ് ബി ടു ഗോഡ്. ദുഃഖങ്ങൾ നമ്മളെ നിത്യതയ്ക്കായി ഒരു ആകാംക്ഷയും ഒരുക്കവും നമ്മളിൽ ജനിപ്പിക്കുമെന്നാണ് പറയുന്നത്. it creates a longing എന്ന വാക്കിന് എന്ത് മലയാളമാണ് നമ്മൾ കൊടുക്കുന്നത്? സങ്കടങ്ങളില്ലെങ്കിൽ നമ്മൾ ഇവിടെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയുള്ളൂ മനുഷ്യരെല്ലാം. സങ്കടങ്ങൾ ഉണ്ടായിട്ട് പോലും അങ്ങനെ ഒരു മൂഢസ്വർഗം തീർക്കാനുള്ള ആഗ്രഹത്തോടെയാണ് മനുഷ്യർ പോകുന്നത്. ഒന്നും നിശ്ചയമില്ലെങ്കിൽ പോലും. പക്ഷേ ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് ഓർമ്മപ്പെടുത്തലെന്ന് അറിയാമോ? ഇത് നമ്മളൊക്കെ റിമൈൻഡർ വെക്കാറുണ്ടല്ലേ? നമ്മളൊക്കെ മറവിക്കാരാണ്. നമ്മളെ ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മളെ എന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരു റിമൈൻഡർ എന്താണെന്നറിയാമോ? ഈ റിമൈൻഡർ തരുന്നതാരാണെന്നറിയാമോ? ഈ ലോകത്ത് നമ്മൾ അന്യരാണ്, പരദേശികളാണ് എന്നതാണ് ആ റിമൈൻഡർ. ഈ റിമൈൻഡർ തരുന്നത് എന്താണ്? ഈ റിമൈൻഡർ ആരാ തരുന്നത്? ദുഃഖങ്ങളാണ്, വേദനകളാണ്, സങ്കടങ്ങളാണ്, സങ്കോചങ്ങളാണ്. ഇതാണ് നമുക്ക് തരുന്ന റിമൈൻഡർ. ദിസ് ഈസ് നോട്ട് എ പെർമനന്റ് പ്ലേസ് ഫോർ അസ്. അപ്പം അതുകൊണ്ട് നിത്യതയ്ക്കായിട്ടാണ് നമ്മൾ ലോങ് ചെയ്യേണ്ടത്. ദൈവരാജ്യത്തിനായിട്ടാണ് ലോങ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഓരോ ദിനങ്ങളിലും നമ്മളെ ഓർമ്മപ്പെടുത്തണം. പക്ഷെ അത് ഓർമ്മപ്പെടുത്തുന്നത് ദുഃഖമാണ്, സങ്കടങ്ങളാണ്. ഇല്ലെങ്കിൽ ആ റിമൈൻഡർ ഉണ്ടാവില്ല. ഈ ലോകത്തിൽ നമ്മൾ അന്യരും പരദേശികളുമാണ്. ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ പ്രഹരങ്ങളും തകർച്ചകളും നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ്. ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ് അഗൈൻ. നിത്യതയെക്കുറിച്ചുള്ള ഇറ്റ് ഇന്റൻസിഫൈസ് അവർ ലോങ്ങിങ് ഫോർ ഇറ്റേണിറ്റി. പാഴെന്ന് തോന്നുന്ന ഈ വസ്തുവിനെ കൊണ്ട് എന്തൊരു ഉപയോഗം അല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഒരു സങ്കടങ്ങളെ ഇനി നമ്മൾ കാണുന്നത് മറ്റൊരു വീക്ഷണത്തോടെയാണ്. നിത്യമായ വീക്ഷണം നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾക്ക് ഒരർത്ഥം തരും, ഒരു മീനിങ്ങും പർപ്പസും നൽകുമെന്നുള്ളതാണ്. നിത്യമായി വീക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടൂ. അല്ലെങ്കിൽ എന്തിനാണ്, വൈ മീ, എന്തുകൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ എന്ന ഒരു പ്രയാസത്തിൽ നമ്മളിങ്ങനെ ചുറ്റി നമുക്കതിൻ്റെ ഉത്തരം കിട്ടാതെ നട്ടം തിരിയും. പക്ഷെ ദ മോമെന്റ് വി ഹാവ് ഇറ്റേണൽ പെർസ്പെക്റ്റീവ്, സങ്കടങ്ങൾക്ക് അർത്ഥമുണ്ട്, വേദനകൾക്ക്, രോഗത്തിന്, ദുഃഖങ്ങൾക്ക് അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പാ, ഓരോ കണ്ണീരും തുടയ്ക്കപ്പെടുമെന്ന ആശ്വാസം നമുക്ക് വെളിപ്പാട് പുസ്തകം തരുന്നത് അല്ലേ?
നമ്മൾ ചിന്തുന്ന ഓരോ കണ്ണീരും കർത്താവ് തന്നെ തുടയ്ക്കുമെന്നാണ്. അങ്ങനെയൊന്ന് ചിന്തിച്ച്, അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. So every brokenness, every tear that we experience, കർത്താവ് തന്നെ കണ്ണുനീർ തുടയ്ക്കുന്ന ആ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് ദുഃഖങ്ങളെ ഇനി പാഴ്വസ്തുക്കളായി കാണരുത്, അതിനെ ദൈവത്തിൻ്റെ ഏജന്റുകളായി കാണണം. He uses them as tools. നിത്യതയ്ക്കായി നമ്മെ ഒരുക്കാൻ, ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ നടത്താനുള്ള ഉപകരണങ്ങളാക്കി ദൈവം തീർക്കുന്നു. ഇത് തത്വത്തിൽ നമുക്കറിയാമെങ്കിലും പ്രയാസങ്ങളുടെ നടുക്കൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ഇറ്റ് ഈസ് പെയിൻഫുൾ. It creates anxiousness in us. ശിഷ്യന്മാർ പേടിച്ചില്ലേ? നമുക്കുമുണ്ട് ആശങ്കകൾ, ഭയങ്ങൾ. അതുകൊണ്ട് പ്രായോഗികമായി നമ്മൾ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് തത്വപരമായി ഇത് മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗോ ത്രൂ. ഏത് തരത്തിലുള്ള വേദനകളാണെങ്കിലും ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു be confined. Praise be to God. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നമ്മൾ ചെയ്യേണ്ട ചില പ്രായോഗിക കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് എങ്ങനെ അതിനെ നേരിടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, ഒരു പ്രധാനപ്പെട്ട ഉത്തരം ഇതായിരിക്കും: ദൈവ മുമ്പിൽ സത്യസന്ധമായി നമ്മൾ വിലപിക്കാൻ പഠിക്കണം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, അല്ലേ? പരമാർത്ഥതയോടെ വിലപിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ. വിലാപങ്ങൾ എന്ന ഒരു പുസ്തകം പോലും നമുക്ക് ദൈവവചനത്തിൽ തന്നിട്ടുണ്ട്. തനിക്ക് വേണ്ടി, താൻ തൻ്റെ ദേശത്തിന് വേണ്ടിയാണ് വിലപിച്ചതെങ്കിലും വിലാപം ചെയ്തത് ദൈവത്തിൻ്റെ ഭക്തനായ യിരെമ്യാവ് തന്നെയായിരുന്നു. So you lament. അത് സോബ് ചെയ്ത് എപ്പോഴും കണ്ണുനീര് വരണമെന്നില്ല. There is actually a lamentation. ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായി നമ്മുടെ ഭയങ്ങളും ആശങ്കകളും തുറന്നു പറഞ്ഞ് വിലപിക്കുന്ന ഒരവസരം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഉപവസിക്കാൻ നമുക്ക് കണ്ടെത്തണം. ദുഃഖങ്ങളെ നമുക്ക് അടിച്ചമർത്താൻ പറ്റത്തില്ല. അടിച്ചമർത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ദുഃഖങ്ങൾ കരയാൻ നമുക്ക് കഴിയണം. കരയുന്നവരോട് കൂടെ ചേർന്ന് നമ്മൾ കരയണം. അവരെ കണ്ടം ചെയ്യരുത്. കഷ്ടങ്ങളിൽ ആരെയും നമുക്ക് കണ്ടം ചെയ്യാനോ വിധിക്കാനോ വേദശാസ്ത്രങ്ങൾ മെനയാനോ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. Cry with those who are crying. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ഓരോ സങ്കടങ്ങളെയും അതിൻ്റെ ഭയങ്ങളെയും ആശങ്കകളെയും ദൈവം മുമ്പിൽ ഏറ്റുപറഞ്ഞ് ആ സങ്കടങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പരമാർത്ഥതയോടെ തുറന്നു കാണിച്ച് നമുക്ക് കരയാൻ, നമുക്ക് അല്പം ദുഃഖിച്ചിരിക്കാൻ ദൈവസന്നിധിയിൽ ദുഃഖിച്ചിരിക്കാൻ, ദാറ്റ് ഈസ് നോട്ട് അൺസ്പിരിച്വൽ ബൈ ദ വേ. അത് അനാത്മീയമല്ലെന്ന് ഞാൻ പറയട്ടെ, അത് ആത്മീയമാണ്. ആത്മീയരായവരെപ്പോഴും ഹാപ്പി ഗോ ലക്കി എന്ന നിലയിൽ എപ്പോഴും നിൽക്കാൻ പറ്റും. ജോയ് നമുക്ക് വേണം. ജോയ് കർത്താവിലാണുള്ളത്. പക്ഷെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന ആ ഒരു വാക്യം നമുക്ക് ഓർക്കാൻ കഴിയുമെങ്കിൽ അതൊരു വിലാപമാണ്, അതൊരു ലെമന്റേഷനാണ്. അത് നമ്മുടെ തിന്മകൾ ഓർത്തോ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ ഓർത്തോ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ദുഃഖങ്ങൾ ഓർത്തോ ആവാം. പക്ഷെ അത് ക്രൂശിൻ്റെ നിഴലിലാവണമെന്ന് മാത്രം. ക്രൂശിൻ്റെ ഷാഡോയുടെ കീഴിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആ ദുഃഖം ദൈവത്തോട് പറയാൻ. ആഴമേറിയ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം.
പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ചിലരൊക്കെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെക്കുറിച്ച് വിഷമിക്കാറുണ്ട്. ദർ ഈസ് നത്തിങ് റോങ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾമൈറ്റി ഗോഡായിട്ടല്ല പ്രയാസങ്ങളുടെ നടുക്ക് കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ഹി കംസ് ടു യു ആസ് എ ഫ്രണ്ട് ആൻഡ് എ ബ്രദർ ആൻഡ് മദർ ആൻഡ് ഫാദർ. ഈ എല്ലാ നിലകളിലും നമ്മുടെ അടുക്കൽ ആശ്വാസമായിട്ട് വരും ദൈവം. ഓൾമൈറ്റി ആയിട്ടല്ല വരുന്നത്. സോ യു ക്യാൻ ബി ഓപ്പൺ അബൌട്ട് യുവർ ഫിയേഴ്സ്. ആസ്ക് ഡീപ്പർ ക്വസ്റ്റ്യൻസ്. നത്തിങ് അൺസ്പിരിച്വൽ അബൌട്ട് ഇറ്റ്. യിരെമ്യാവ് ദൈവത്തോട് പറഞ്ഞ ചോദ്യം എന്താണെന്നറിയാമോ? ചോദിച്ച ചോദ്യം, യിരെമ്യാവ് ദൈവത്തോട് ചോദിച്ച ചോദ്യം എടുക്കണ്ട, വാക്യം എടുക്കണ്ട, യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്ക് നിന്നോട് പിണക്കമാണെന്നാ. എന്നുവെച്ചാൽ നമ്മൾ ചിലരെങ്കിലും അത് പറയാറുണ്ട്, എനിക്ക് നിന്നോട് പിണക്കം. ആ പിണക്കം ശരിക്കുള്ള പിണക്കത്തിൻ്റെ അല്ല, അതൊരു സൗന്ദര്യ പിണക്കമെന്നേ ഉള്ളൂ. ബിക്കോസ് ഫ്രണ്ട്സിനോടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. He comes to you as a friend and a brother. He comes right into your fear. And you can converse with him. എനിക്ക് നിന്നോട് പിണക്കമാണ്. ഓണസ്റ്റ് ആയിരിക്കണം. നമ്മുടെ ആശങ്കകൾ തുറന്നു പറയാൻ മനസ്സ് വേണം. നമ്മൾ ചോദിക്കേണ്ട ഒരു ഡീപ്പ് ചോദ്യം എന്താണെന്ന് അറിയാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ സങ്കടത്തിലൂടെ എന്നെ അങ്ങ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അണ്ടിൽ വി ഗെറ്റ് ക്ലാരിറ്റി. നമുക്ക് ഉത്തരം കിട്ടുന്നത് വരെ ആ ചോദ്യം നമുക്ക് ചോദിക്കാം. എന്താണ് കർത്താവേ അങ്ങ് എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചില ചോദ്യങ്ങൾ തരും. പക്ഷേ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രായോഗികമായ കാര്യം ഇതാണ്: വേദനകളുടെ നടുവിലൂടെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. There is no other shortcuts. There is no other shortcuts. Hallelujah. വേദനകളുടെ നടുവിലൂടെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ആശങ്കകളും വിഷമതകളും ഉള്ളപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണം, പ്രാർത്ഥിക്കണം. അതിൻ്റെ നടുവിൽ there is difficulty and pain and you pray through it. അതിലൂടെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകും. അത് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റും. വേദന മാറിയിട്ടല്ല, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ട് സ്തോത്രം ചെയ്യലല്ല, പെയിൻ്റെ നടുവിലൂടെ തന്നെ, സങ്കടങ്ങളുടെ നടുവിലൂടെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയാണ് വേണ്ടത്. ദാറ്റ് ഈസ് എ ഗ്രേസ് ദാറ്റ് വി നീഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഓർമ്മ വരുന്ന കർത്താവ് ഗത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അത്രയും സമ്മർദ്ദത്തോടെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തമായി എന്നാണ്. That was a kind of intensity of that prayer. മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് അപേക്ഷയും അഭയയാചനയും കഴിച്ചു എന്നൊരു വാക്യം ബൈബിളിലുണ്ട്. ചേർന്നിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? കർത്താവ് അപേക്ഷിച്ചു. മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോട് അപേക്ഷയും അഭയയാചനയും കഴിച്ചുവെന്ന്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ഒരുപാട് നാളുകൾ എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഉത്തരം എനിക്ക് മനസ്സിലാവുന്ന ഇതാണ്: മരണത്തിൽ നിന്ന് രക്ഷിക്കാനല്ല പ്രാർത്ഥിച്ചത്. മലയാളം ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്, മരണത്തിൽ നിന്ന് രക്ഷിക്കാനല്ല. പക്ഷെ എൻ്റെ മിഷൻ പൂർത്തിയാവുന്നതിന് മുമ്പ് ജീവൻ പോകരുത് എന്ന അപേക്ഷയായിരുന്നു അത്രേ അത്. ഹല്ലേലൂയ. ഒരു പെരുവെള്ളത്തിനും ഒരു സമ്മർദ്ദത്തിനും മുക്കിക്കളയാതെ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, അത് പ്രയാസത്തിൻ്റെ നടുവിൽ അത്രയും ഇൻറ്റൻസായ ഒരു സാഹചര്യത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചു.
And he asked his disciples to pray with him, which they failed. പക്ഷേ ആ പ്രാർത്ഥന ദൈവം കേട്ടോ. ക്രൂശിൽ വെച്ച് അവിടുന്ന് ഒഴിഞ്ഞു, എല്ലാം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇനിയൊന്നും ബാക്കിയില്ല. ആ അപേക്ഷ ദൈവം കേട്ടു. നമ്മുടെയും അപേക്ഷ പ്രയാസങ്ങളുടെ നടുക്ക് കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ നിശ്ചയമായും കേൾക്കും. ദൈവം നമ്മെ സന്ധിക്കുന്ന പ്രായോഗികമായ ചില വഴികളാണ് ഞാൻ പറയുന്നത്. ദൈവം നമ്മളെ സന്ധിക്കുന്ന ചില അവസരങ്ങളും ഘട്ടങ്ങളുമുണ്ട്. Look for that opportunities. നമ്മൾ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ God speaks to us. പക്ഷേ there are points where truly he meets with us. അതൊരു പക്ഷേ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള വലിയ സ്വപ്നത്തിലൂടെ ആയിരിക്കും. കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷനായത് എങ്ങനെയാ? സ്വപ്നത്തിലാണ്. എങ്ങനെയാണെന്ന് ചോദിക്കണ്ട. പക്ഷെ എല്ലാ സ്വപ്നവും അങ്ങനെയാണെന്നൊന്നും കരുതരുത്. നോ, അങ്ങനെയല്ല. പക്ഷെ there are moments where God meets with us, especially when we go through crisis times. പ്രയാസഘട്ടങ്ങളിൽ ദൈവം നമ്മളെ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളുണ്ട്, ഇവിടെ ബ്രേക്കിംഗ് പോയിന്റുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരിക്കാം ദൈവം നമ്മളെ മീറ്റ് ചെയ്യുന്നത്. ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് സ്ഥലങ്ങളിലായിരിക്കാം God meets with us, and he will indeed look for that opportunity. അത് വരും, നിശ്ചയമായും വരും. പ്രത്യേകിച്ച് നമ്മൾ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളുടെ നടുവിൽ. ഞാൻ ആദ്യം നിങ്ങളെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചതുപോലെ നാം വഹിക്കുന്ന ആശ്വാസമുണ്ടല്ലോ, അത് വീണ്ടും ഓർപ്പിക്കുക. പ്രായോഗികമായി നമുക്ക് ചെയ്യാത്തൊരു കാര്യമാണ്. the kind of comfort that I have received from God, എൻ്റെ വെല്ലുവിളികളുടെ നടുക്ക് ഞാൻ സ്വീകരിച്ച ഒരു ആശ്വാസം, അത് ആർക്കാണ് കർത്താവെ വേണ്ടത് എന്ന് അന്വേഷിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനോഭാവം വേണം നമുക്ക്. അത് അവരെ ഒന്ന് ഫോണിൽ വിളിക്കാം നമുക്ക്. എൻ്റെ ആശ്വാസം, he may need it, I see some connection here എന്ന് പറയാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ആ ആശ്വാസം പകരണം. അത് നിങ്ങളുടെ ശുശ്രൂഷയാണ്. കാരണം നിങ്ങൾ സ്വീകരിച്ച, അതാണ് അവിടെ പറയുന്നത്, നിങ്ങൾ സ്വീകരിച്ച ആശ്വാസം, നിങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച കംഫർട്ട്, ഇത് പകരണം. അങ്ങനെ ആവശ്യമുള്ള ആളുകൾ നമ്മുടെ വഴിത്താരികളിൽ എവിടെയൊക്കെയോ ഉണ്ട്. അവരെ കണ്ടെത്തണം. എല്ലാറ്റിലും ഒടുവിൽ നമ്മൾ തിരുവഴുത്തിൽ നങ്കൂരമിടണം. തിരുവഴുത്തിൽ നമ്മൾ നങ്കൂരമിടണം. എല്ലാ തിരുവഴുത്തും നമ്മൾ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്രോപ്രിയേറ്റ് അല്ലായിരിക്കാം. നോ, വെൻ വി ഗോ ത്രൂ ഡിഫിക്കൽട്ടി, എല്ലാ തിരുവഴുത്തുകളും നമുക്ക് അപ്രോപ്രിയേറ്റ് അല്ല. ദാറ്റ് ഈസ് നോട്ട് ദ ടൈം വി ഗോ ത്രൂ സോങ് ഓഫ് സോളമൻ, ഉത്തമഗീതമോ അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും അല്ല. വി കൻ ഗോ ത്രൂ സാംസ്, സങ്കീർത്തനങ്ങൾ, യോബിൻ്റെ പുസ്തകം, വിലാപങ്ങളുടെ പുസ്തകം, ഈവൻ റോമാലേഖനം 8-ാം അധ്യായം. ഈ പ്രത്യേകമായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നയിക്കുന്ന പ്രത്യേകമായ വേദഭാഗങ്ങൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ അവസരം കണ്ടെത്തണം. ഇവിടെ എനിക്കറിയത്തില്ല അബ്രാമങ്കളാണോ അതോ പാസ്റ്റർ അരുണാണോ എമി കാർമൈക്കൽ എന്ന ദൈവദാസിയുടെ ഒരു കഥ പറഞ്ഞു. അബ്രാമങ്കൾ പറയുന്ന സ്റ്റോറികൾ വളരെ മനോഹരമാണ്. എമി കാർമൈക്കൽ എന്ന ദൈവദാസിയെക്കുറിച്ച് ഇന്ത്യയിൽ അറിയാത്തവർ ക്രിസ്ത്യൻ വേൾഡിൽ ആരും തന്നെ ഇല്ലെന്നാണ് പറയുന്നത്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ?
എമി കാർമൈക്കൽ എന്ന ദൈവദാസി ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ വന്ന് അയർലൻഡിൽ നിന്ന് വന്ന് ശുശ്രൂഷ ചെയ്ത ഒരു ദൈവദാസിയാണ്, ഒരു ലേഡിയാണ്. എ ബോൾഡ് വിമൻ ആണ് എമി കാർമൈക്കൽ. ഇന്ത്യയിൽ ബ്രേക്ക് ഇല്ലാതെ എത്ര വർഷം ശുശ്രൂഷ ചെയ്തെന്നറിയാമോ? 55 വർഷം ശുശ്രൂഷ ചെയ്തു. 55 long years of perseverance in India. ദോണാവൂർ ഫെലോഷിപ്പ് സ്ഥാപിച്ചത് എമി കാർമൈക്കലാണ്. അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അവർ ചെയ്തത് ഒത്തിരി കുഞ്ഞുങ്ങളെ, ഒത്തിരി പെൺകുട്ടികളെ, പ്രത്യേകിച്ച് ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് വിൽക്കപ്പെടുന്ന, വലിച്ചിഴക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ റെസ്ക്യൂ ചെയ്യുന്ന ഹോമുകൾ, അവർക്ക് സുവിശേഷം നൽകി, അവർക്ക് പ്രത്യാശ നൽകി, അവരെ ജീവനിലേക്ക്, സുവിശേഷത്തിലേക്ക് നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് അവർ ചെയ്തത്. എന്തെല്ലാം പ്രയാസങ്ങളെ അഭിമുഖീകരിച്ചായിരിക്കാം അവരങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തു. അവർക്ക് ദൈവം ഒരുക്കിയ സഹായത്തിൻ്റെ കരങ്ങൾക്കുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയും. പക്ഷേ എമി കാർമൈക്കലിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. അവരനേകം കുഞ്ഞുങ്ങളെ രക്ഷിച്ചു, വലിയ ശുശ്രൂഷ ചെയ്തു. 1931 അവരൊരു വലിയ വീഴ്ച വീണു. ആ വീഴ്ച വീണതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 20 വർഷം അവർ ബെഡ് റിഡൺ ആയിരുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷേ 20 വർഷത്തെ ഈ ദുഃഖം, ഷി കുഡിൻ മൂവ്, പെയിനിലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് വേദനയിലായിരുന്നു അവർ. ഇത്രയും ധീരയായ, ശക്തയായ ഒരു ശുശ്രൂഷകയ്ക്ക് പറ്റിയ പ്രയാസം മറ്റുള്ളവർ നോക്കുമ്പം സില്ലിയായിട്ട് തോന്നും, വേസ്റ്റ് ആണെന്ന് തോന്നും, ദൈവത്തിന് മറ്റ് എന്തെല്ലാം കാര്യം ചെയ്യാമായിരുന്നു എന്ന് തോന്നും. വി ഡോണ്ട് നോ. അറിയാത്ത കാര്യങ്ങൾക്ക് വേദശാസ്ത്രം മെനയരുത്. അറിയാത്ത കാര്യങ്ങൾക്ക് ആലോചനകൾ സൃഷ്ടിക്കരുത്. അവരുടെ വേദനയിൽ അവരൊരു മുറിയുടെ പരിമിതിയിൽ ഒത്തിരി സമയങ്ങൾ ചെലവഴിച്ചു. 20 വർഷം ചിന്തിക്കാൻ പറ്റുമോ പ്രിയരെ? പക്ഷേ അവരുടെ ദുഃഖങ്ങൾ അവർ പാഴാക്കാൻ തീരുമാനിച്ചില്ല. അവരെഴുതാൻ ആരംഭിച്ചു. അവരുടെ പെയിൻ്റെ നടുവിൽ അവരെഴുതാൻ ആരംഭിച്ചു. ആത്മീയ സത്യങ്ങൾ കുറിച്ചു വയ്ക്കാൻ ആരംഭിച്ചു. ദുഃഖങ്ങളെ പാഴാക്കാതെ അതിൻ്റെ നടുവിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെ എഴുന്നേൽക്കാനുള്ള ബലം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാ നമുക്ക് വേണ്ട ബലം. അവരെത്ര പുസ്തകം എഴുതിയെന്നറിയാമോ? 13 പുസ്തകങ്ങൾ എഴുതി. എമി കാർമൈക്കലിൻ്റെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേര് ഞാനിവിടെ വായിക്കാം. അത് കഴിയുമെങ്കിൽ യു ഗെറ്റ് ഹോൾഡ് ഓഫ് ദാറ്റ് ബുക്ക്. Edges of his ways, Gold Cord. തൻ്റെ പേനയിൽ നിന്ന്, തൂലികയിൽ നിന്നുണ്ടായ 2 പ്രധാനപ്പെട്ട കൃതികൾ ഇതാണെന്നാണ് പറയുന്നത്. Edges of his ways, Gold Cord. 13 പുസ്തകങ്ങൾ രചിച്ചു. പ്രാർത്ഥന എന്ന ശുശ്രൂഷ ആരംഭിച്ചു. അനേകരെ ഇൻസ്പയർ ചെയ്തു, അനേകരെ ശിഷ്യത്വത്തിന് വിധേയമാക്കി. പരിമിതികൾക്കുള്ളിലും പരിമിതികളെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, പരിമിതികളുടെ നടുവിൽ അനുഭവിക്കുന്ന ആശ്വാസം പ്രാപിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വലിയൊരു സാക്ഷിയാണ് എമി കാർമൈക്കൽ എന്ന ദൈവത്തിൻ്റെ ദാസി. അവരെ ഇന്ന് നമ്മുടെ മുമ്പിൽ ഞാൻ കാണിക്കുക. അവരെഴുതി വെച്ച ഒരു ഫേമസ് കൊട്ടേഷൻ, അവരെഴുതി വെച്ച ഒരു വാചകം ഇങ്ങനെയാണ്. അത് വളരെ പ്രൊഫൗണ്ട് ആൻഡ് ചലഞ്ചിങ് ആണ്. Lord, let me read that in English first. Lord, do not let me be one who endures the cross. കഷ്ടം സഹിക്കുന്ന, ക്രൂശ് സഹിക്കുന്ന, കേവലം ക്രൂശ് സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രം ഞാൻ ആവാതെ, let me be one who sees through it
ടു ദ ജോയ് ബിയോണ്ട്. ക്രൂശിൻ്റെയും സങ്കടങ്ങളുടെയും അപ്പുറത്തുള്ള സന്തോഷത്തെ കണ്ടുകൊണ്ട് അത് സഹിക്കുന്ന ഒരു വ്യക്തിയാക്കി തീർക്കണമേ എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ കൊട്ടേഷൻ്റെ ഏറ്റവും വലിയ ഒരു ഉദ്ധരണി എന്ന് പറയുന്നത്. Lord, do not let me be one who endures the cross. കേവലം കഷ്ടങ്ങൾ സഹിക്കുന്ന, വേദന മാത്രം കാണുന്നതല്ല, വേദനയുടെ അപ്പുറത്തേക്ക് ഉള്ള സന്തോഷം കാണുന്ന ആ മഹാസന്തോഷത്തെ നോക്കി പാർത്തുകൊണ്ട് സഹിക്കുന്ന ആ ഒരു കൃപ എനിക്ക് തരണമേ എന്ന പ്രാർത്ഥന. ഇതല്ലേ നമ്മളും പ്രാർത്ഥിക്കേണ്ടത്? എല്ലാ വേദനകളൊന്നും ദൈവം എപ്പോഴും എടുത്തു മാറ്റിയെന്ന് വരത്തില്ല. പക്ഷെ വേദനയുടെ നടുവിൽ നമുക്ക് ദൈവം തരുന്ന മഹാസന്തോഷമുണ്ട്. വേദനയുടെ നടുവിൽ നമുക്ക് ദൈവം തരുന്ന സാന്നിധ്യമുണ്ട്. നമുക്ക് തരുന്ന ഒരു ഇൻറ്റിമസിയുണ്ട്. ദൈവം നമുക്ക് പിതാവും മാതാവും സഹോദരനും സഹോദരിയുമായി നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് സ്നേഹബന്ധം പങ്കിടുന്ന ആത്മീയ അനുഭവങ്ങളുടെ ആഴങ്ങളുണ്ട് എന്ന് ഇന്ന് പകൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നമ്മളോട് ഓരോരുത്തരോടും ഉറക്കെ പ്രസ്താവിക്കട്ടെ. അതുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം ത്തിൽ നിന്ന് നമ്മൾ വായിച്ച ഈ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഇത് നമ്മൾ ഓരോരുത്തരും ഒന്ന് പറഞ്ഞാട്ടെ. ഇത് നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് ഏറ്റു പറഞ്ഞാട്ടെ. ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഈ സ്വർഗീയമായ ആശ്വാസം ദുഃഖങ്ങളുടെ നടുവിൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിനായി പ്രകാശിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു മനോഹരമായ കഥ വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഒരു വലിയ ഡയമണ്ട് വിൽക്കുന്ന കടയിലേക്ക് ഒരു വ്യക്തി കടന്നു ചെന്ന്, ഏറ്റവും വില കൂടിയ ധനികനായൊരു വ്യക്തി ഏറ്റവും വില കൂടിയ ഒരു രത്നം വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അത് കാണാനുള്ള ആഗ്രഹത്തോടെ കാണിച്ചു തരാൻ, ഡയമണ്ട് എടുക്കാന് ബന്ധപ്പെട്ട ആളുകൾ കടന്നുപോയി, അകത്തേക്ക് പോയി. ഏറ്റവും വില കൂടിയ ഈ ഡയമണ്ട് കൊണ്ടുവന്നപ്പം ഒരു വികൃതമായ ഒരു മൺപാത്രമായിരുന്നു തൻ്റെ മുമ്പിൽ കണ്ടത്. ചോദിച്ചു വന്ന വ്യക്തി ആകെ കോപാകുലനായിട്ട് ചോദിച്ചു, എന്താണിത്? ലോകത്തിൽ ഏറ്റവും വില കൂടിയ ഡയമണ്ട് കാണാൻ വേണ്ടി വന്ന് നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണെന്നറിയാമോ? ഈ ഡയമണ്ട് ഈ മൺപാത്രത്തിൻ്റെ അകത്താണ്. ഈ മൺപാത്രത്തിൻ്റെ അകത്തുള്ള ഈ ഡയമണ്ട് കാണാൻ കഴിയണമെങ്കിൽ ഈ മൺപാത്രത്തിന് അവിടവിടങ്ങളായി പൊട്ടൽ വീണിട്ടുണ്ട്. എന്നിട്ട് അത് വെളിച്ചത്തിലേക്ക് കാണിക്കുമ്പോഴാണ് സത്യത്തിൽ ഇതിൻ്റെ മനോഹാരിത കാണുന്നതെന്ന് ഉള്ള മറുപടിയായിരുന്നു തനിക്ക് ലഭിച്ചത്. ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ സത്യമുണ്ട്. ഈ നിത്യമായ നിധി എവിടെയാണെന്നറിയാമോ? ഈ മൺപാത്രങ്ങളില്ല. ഇതാ 2 കൊരിന്ത്യർ ലേഖനം പ്രധാനമായിട്ട് നമ്മോട് പറയുന്നത്. ഈ മൺപാത്രത്തിലാണ്. പറഞ്ഞാട്ടെ, നിത്യമായ ഈ നിധി ഈ മൺപാത്രത്തിലാണ്, ദൈവത്തിൻ്റെ നിധി. പക്ഷേ അത് ഏറ്റവും മഹത്തരമായി പ്രകാശിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ മൺപാത്രത്തിന് ഉടച്ചിൽ വരുമ്പോഴാണ്. In brokenness and in pain and in suffering, we radiate the treasure of God. ദൈവത്തിൻ്റെ നിത്യമായ നിധി, ഈ ഡയമണ്ട് പ്രകാശിക്കുന്നത്, ഏറ്റവും നന്നായി പ്രകാശിക്കുന്നത് ഈ ബ്രോക്കൺനെസ്സിലാണ്. ദൈവകരങ്ങളിൽ
പ്രകാശിക്കുന്ന ഒരു ദീപമായി കർത്താവിനായി പ്രകാശിക്കാനായി എൻ്റെ ഒരു ദുഃഖം പോലും അതുകൊണ്ട് ഞാൻ പാഴാക്കിക്കളയില്ല. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു വഴിയായി തീരും, ദൈവത്തിനായി പ്രകാശിക്കാനുള്ള മുഖാന്തരമായി തീർക്കണമേ എന്ന് എൻ്റെ എല്ലാ സങ്കടങ്ങളും പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് സംഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരണം. നമ്മുടെ സങ്കടങ്ങളോ വേദനകളോ ഏതു തരത്തിലുള്ളതാണെങ്കിലും അതിനെ ക്രൂശിൻ്റെ നിഴലിൻ്റെ കീഴിൽ താഴ്ത്തിക്കൊടുത്താൽ നിത്യമായ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അരികിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.